വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് താലി എവിടെയെന്നുള്ള സത്യഭാമയുടെ ചോദ്യത്തിൽ അങ്ങ് പരിങ്ങി സുസ്മിത നിൽക്കുമ്പോൾ വാ തുറന്ന് പറയടി എവിടെയെന്നാണ് ചോദിച്ചത് എന്ന് പറഞ്ഞ് സത്യഭാമ ദേഷ്യപ്പെടുകയാണ്. അന്നേരം അത് ഞാൻ ഊരി വെച്ചു എന്ന് പറയുമ്പോൾ അതെന്താ ഇന്ന് തന്നെ ഊരി വെച്ചത്, അതും കല്യാണം കഴിഞ്ഞ ദിവസം തന്നെ, ഈ ദിവസം ആയതുകൊണ്ടാണ് നിന്നോട് ഞാൻ ക്ഷമിക്കുന്നത്. താലി എന്ന് പറയുന്നത് ഒരു പെണ്ണിൻ്റെ ജീവനാണ്, അവളുടെ ഭർത്താവിൻ്റെ ജീവൻ അതിലാണ് കുടികൊള്ളുന്നത്. ഇനി ഒരിക്കലും താലി ഇല്ലാതെ നിന്നെ എൻ്റെ മുൻപിൽ കണ്ടുപോകരുത് എന്നിങ്ങനെ ഭാമ പറയുകയാണ്. സ്മിതയ്ക്ക് കുറച്ചുകൂടി ഒന്ന് വഴക്ക് കേൾപ്പിക്കാനായിട്ട് ശാലിനി പറയുന്നുണ്ട്. അത് സത്യാമ്മയെ ക്ഷമിക്കുക, അവൾക്ക് നേരത്തെ മുൻ പരിചയമൊന്നും ഇല്ലല്ലോ എന്ന്. അന്നേരം സത്യഭാമ ശാലിനിയോട് ദേഷ്യപ്പെടുകയാണ്. എന്താ ഈ ലോകത്തുള്ള സ്ത്രീകളെല്ലാം നേരത്തെ കല്യാണം കഴിച്ച എക്സ്പീരിയൻസ് ഉള്ളവരാണോ? എല്ലാവരും അങ്ങനെ തന്നെയല്ലേ? ഇവളെ മാനത്ത് നിന്നും പൊട്ടി വീണതൊന്നും അല്ലല്ലോ, കുറേ കാലമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്നതല്ലേ, അപ്പോൾ ഓരോരുത്തരുടെയും ജീവിതമൊക്കെ ഇവള് കണ്ടു കാണില്ലേ എന്നും പറഞ്ഞ് ചോദിക്കുകയാണ്. അന്നേരം നീ തീ ഒന്നുകൂടി ആളി കത്തിക്കുകയാണ് അല്ലേടി എന്ന് സുസ്മിത മനസ്സിൽ കരുതുകയാണ്. തുടർന്ന് ശാലിനി വീണ്ടും അത് സത്യാമ്മയെന്നും പറഞ്ഞ് വീണ്ടും സുസ്മിതയുടെ പക്ഷം ചേർന്ന് സംസാരിക്കാൻ ഒരുങ്ങുമ്പോൾ ഇതിലാരുടെയും വക്കാലത്ത് എനിക്ക് വേണ്ട, മര്യാദയ്ക്ക് പോയി താലി ഇട്ടുകൊണ്ട് വാടിയെന്നും പറഞ്ഞ് സുസ്മിതയെ പറഞ്ഞു വിടുകയാണ്. അന്നേരം സുസ്മിത ഇങ്ങനെ ശാലിനി ദേഷ്യത്തോട് നോക്കിയിട്ട് അങ്ങ് റൂമിലേക്ക് പോകുന്നുണ്ട്. ഇതേസമയം വിഷ്ണു നിന്നങ്ങ് ചിരിക്കുകയാണ്. സുസ്മിതയെ വഴക്ക് കേൾപ്പിക്കാനായിട്ട് ശാലിനിയെ ഒന്നുകൂടി ശ്രമിച്ചതൊക്കെ കണ്ടിട്ട് വിഷ്ണുവിനങ്ങ് ചിരി വരുന്നുണ്ട്. അന്നേരം പല്ലിളിച്ച് കാണിച്ചു കൊടുക്കുകയാണ് ശാലിനി വിഷ്ണുവിനെ നോക്കിയിട്ട്. തുടർന്ന് സുസ്മിതയുടെ പുറകെ ശാലിനിയും പോകുന്നുണ്ട്. തുടർന്ന് പത്മാവതിയമ്മ പറയുന്നുണ്ട്, സത്യാമ്മ അവളെ വഴക്ക് പറയണ്ടായിരുന്നു, പറയേണ്ട രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നു എന്ന്. അന്നേരം അതേ ദേഷ്യത്തിൽ ഭാമ പറയുന്നുണ്ട്, പോരെ പത്മാവതി, പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടത് പോലെ തന്നെ പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ ഇനി ഒരിക്കലും അവൾ ഇത് ആവർത്തിക്കാൻ പാടില്ല എന്നിങ്ങനെ പറയുകയാണ്. അത് തന്നെയായിരുന്നു, ആ ഉത്തരം തന്നെയായിരുന്നു പത്മാവതിക്കും വേണ്ടിയിരുന്നത്. ഇതേസമയം റൂമിലെത്തി സുസ്മിത ആ താലിയൊന്നും എടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. തുടർന്ന് ശാലിനിയും അങ്ങോട്ടത്തേക്ക് വരുമ്പോൾ എന്താടിയെന്നും പറഞ്ഞ് സുസ്മിത ദേഷ്യപ്പെടുകയാണ്. അന്നേരം അല്ല, നിനക്ക് അനുസരണ ഉണ്ടോയെന്ന് നോക്കാനായിട്ട് ഞാൻ വന്നതാണ്, നീ പൊട്ടിച്ചെറിഞ്ഞ ആ താലി എവിടെയെന്ന് ചോദിക്കുകയാണ്. അന്നേരമാണ് സുസ്മിത ആ കട്ടിലിൻ്റെ കാൽക്കലേക്ക് നോക്കുമ്പോൾ താലി അവിടെ തറയിൽ കിടപ്പുണ്ട്. അന്നേരം ഇത് കണ്ടുകൊണ്ട് രോഹിത്തും വരുന്നുണ്ട്. ആ താലി ഇങ്ങനെ തറയിൽ കിടക്കുന്ന കാണുമ്പോൾ രോഹിത്തിന് ആകെ ദേഷ്യം വരികയാണ്. തുടർന്ന് അത് എടുക്ക് എന്ന് ശാലിനി സുസ്മിതയോട് പറയുമ്പോൾ ആദ്യമൊന്നും എടുക്കാതെ സുസ്മിത ഇങ്ങനെ നിൽക്കുകയാണ്. തുടർന്ന് നിന്നോട് എടുക്കാനാണ് പറഞ്ഞത്, ഇല്ലെങ്കിൽ സത്യാമ്മയെ വിളിക്കണമെന്ന് ചോദിക്കുകയാണ്. അന്നേരം സുസ്മിത ചിന്തിക്കുന്നുണ്ട്, ഭാമാൻറ്റി വന്ന് ഇതും കൂടി കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരിക്കലും ആ വീട്ടിലേക്ക് തിരിച്ചു പോകാനായിട്ട് സാധിക്കില്ല, പിന്നെ വിഷ്ണുവേട്ടനെ എനിക്ക് കിട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് സുസ്മിത താലി തറയിൽ നിന്ന് എടുക്കുകയാണ്. തുടർന്ന് സുസ്മിത വാതിൽക്കൽ നിൽക്കുന്ന രോഹിത്തിനെ കാണുന്നുണ്ട്. അന്നേരമാണ് ശാലിനിയും കാണുന്നത്. അന്നേരം വാ രോഹിത്തെ എന്നും പറഞ്ഞ് വിളിക്കുകയാണ്. എന്നിട്ട് രോഹിത്തിനോട് ശാലിനി കാര്യം പറയുകയാണ്. സുസ്മിതയെ കളിയാക്കിയാണ് പറയുന്നത്, ഇവള് കുളിക്കാൻ കയറിയപ്പോൾ അഴിച്ചു വെച്ചതാണ്, പിന്നെ അത് എടുത്തണിയാനായിട്ട് മറന്നും പോയി, ഞാൻ വരുമ്പോൾ അതിൻ്റെ പേരിൽ ഈ പാവം നിന്ന് കരയുകയായിരുന്നു, ഇതിൻ്റെ പേരിൽ ഇവളെ വഴക്കൊന്നും പറയല്ലേ രോഹിത്തെ എന്ന് പറയുകയാണ്. അന്നേരം ശാലിനിയുടെ അഭിനയമൊക്കെ കണ്ടിട്ട് രോഹിത്തിന് ചിരി വരുന്നുണ്ട്. ഇല്ല ശാലിനി, എനിക്കതിൽ ദേഷ്യമൊന്നും ഇല്ലയെന്ന് പറയുകയാണ്. തുടർന്ന് രോഹിത് ഇങ്ങോട്ട് നീങ്ങി നിന്നേന്നും പറഞ്ഞ് രോഹിത്തിനെ പിടിച്ച് സുസ്മിതയുടെ നേരെ നിർത്തുകയാണ് ശാലിനി. എന്നിട്ട് പറയുന്നുണ്ട് ആ താലി മേടിച്ച് അങ്ങോട്ട് കെട്ടിക്കൊടുക്കാനായിട്ട്. അന്നേരം സുസ്മിത ചോദിക്കുകയാണ്, എന്തിനാ കെട്ടുന്നത്, ഞാനിതങ്ങ് കഴുത്തിലിട്ടോളാം എന്ന് പറയുകയാണ്. അന്നേരം അയ്യോ അത് പറ്റില്ല, നിനക്കതിൻ്റെ ശാസ്ത്രം അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്, താലി കഴുത്തിൽ നിന്ന് ഊരിപ്പോയാലോ പൊട്ടിപ്പോയാലോ പിന്നെ അത് ഭർത്താവ് തന്നെ കഴുത്തിൽ കെട്ടണം, അല്ലെങ്കിൽ ദോഷമാണ് എന്ന് പറയുകയാണ്. തുടർന്ന് താലി അങ്ങോട്ട് കൊടു സുസ്മിതയെന്ന് പറയുന്നുണ്ട്. അന്നേരവും സുസ്മിത താലിയും പിടിച്ച് നിൽക്കുമ്പോൾ ദേഷ്യത്തിൽ അങ്ങോട്ട് കൊടുക്കടിയെന്ന് ശാലിനി ദേഷ്യഭാവത്തിൽ പറയുകയാണ്. തുടർന്ന് സുസ്മിത താലി നീട്ടുമ്പോൾ രോഹിത് വാങ്ങുകയാണ്. തുടർന്ന് തല കുനിക്കടിയെന്ന് സുസ്മിതയോട് ശാലിനി പറയുമ്പോൾ അങ്ങ് നീണ്ടു നിവർന്ന് അത് മൈൻഡ് ചെയ്യാതെ സുസ്മിത നിൽക്കുകയാണ്. അന്നേരം തല കുനിക്കടി, ഞാനത് ഇനി ഭാമാൻറ്റിയെ വിളിക്കണമെന്ന് ചോദിക്കുകയാണ്. അന്നേരം വേണ്ടാന്ന് പറഞ്ഞിട്ട് തല ഇങ്ങനെ കുനിച്ചു കൊടുക്കുന്നുണ്ട്. തുടർന്ന് സുസ്മിതയുടെ കഴുത്തിലേക്ക് രണ്ടാമതും താലി കെട്ടുകയാണ് രോഹിത്. പക്ഷെ രോഹിത് അങ്ങ് ദേഷ്യത്തോടെ വീണ്ടും അവരുടെ കഴുത്തിൽ ഒന്നുകൂടി താലി കെട്ടിയതിൻ്റെ ആ ഒരു പ്രതികാര മനോഭാവത്തിലാണ് അങ്ങനെ ചെയ്യുന്നത്. അന്നേരവും ആകെ ദേഷ്യം കൊണ്ട് അരിശം കൊണ്ട് നിൽക്കുകയാണ് സുസ്മിത. തുടർന്ന് അത് കെട്ടി കഴിഞ്ഞതിന് ശേഷം മുഖം തിരിഞ്ഞ് സുസ്മിത അങ്ങ് മാറി നിൽക്കുന്നുണ്ട്. തുടർന്ന് താലിയുടെ മഹാത്മ്യത്തെക്കുറിച്ചും അതിൻ്റെ സവിശേഷതയെ പറ്റിയും ഒക്കെ അങ്ങ് ശാലിനി സുസ്മിതയോട് പറയുകയാണ്. എന്നിട്ട് അല്ലേ രോഹിത് എന്ന് ചോദിക്കുമ്പോൾ അതെ അത് തന്നെയെന്ന് പറഞ്ഞിട്ട് രോഹിത് അങ്ങ് മുറിവിട്ട് പോവുകയാണ്. തുടർന്ന് സുസ്മിതയോട് ശാലിനി പറയുകയാണ്, ഇതിങ്ങനെ എപ്പോഴും ഇങ്ങനെ പൊട്ടിച്ചെറിയരുത്, നിന്റെ കഴുത്തിൽ കിടക്കുന്നത് ഇത്തിരി പൊന്നാണ് എന്നുള്ളൊരു ബോധം നിനക്ക് വേണ്ട, അതിൻ്റെ സവിശേഷതയൊക്കെ നിനക്ക് മനസ്സിലായല്ലോ, ഇങ്ങനെ എപ്പോഴും പൊട്ടിച്ചെറിഞ്ഞ് കളഞ്ഞാൽ എനിക്ക് വന്ന് കെട്ടിച്ചു തരാനായിട്ട് സമയമില്ല, നടക്കേണ്ടത് എങ്ങനെയായാലും
നടക്കുക തന്നെ ചെയ്യും. നിന്റെ കെട്ട് നടന്നതുപോലെ അതിൻ്റെ വഴിക്കങ്ങ് നടന്നോളും. അതുപോലെ നിന്റെ ശാന്തി മുഹൂർത്തവും നടക്കുക തന്നെ ചെയ്യും എന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ അത് കേട്ടങ്ങ് അമ്പരന്നങ്ങ് ആകെ ഞെട്ടി നിൽക്കുകയാണ്. എന്താ പറഞ്ഞതെന്നും പറഞ്ഞിങ്ങനെ സുസ്മിത നിൽക്കുമ്പോൾ അതെ, നിന്റെ ശാന്തി മുഹൂർത്തം ഉടനെ തന്നെ നടക്കും, റെഡി ആയിക്കോ എന്ന് പറഞ്ഞ് സുസ്മിതയുടെ തോളിൽ ഇങ്ങനെ തട്ടിയിട്ട് ചിരിച്ചുകൊണ്ട് ശാലിനി അങ്ങ് പോവുകയാണ്. തുടർന്ന് ശാലിനി അങ്ങനെ പറഞ്ഞ ഷോക്കിൽ നിൽക്കുന്ന സുസ്മിത പെട്ടെന്ന് ഫോൺ എടുത്ത് തൻ്റെ കൂട്ടുകാരിയെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അന്നേരം കൂട്ടുകാരി എന്തൊക്കെയായി അവിടെ കാര്യങ്ങളെന്ന് ചോദിക്കുകയാണ്. അന്നേരം താലികെട്ട് കഴിഞ്ഞു, ഇനിയും ഉണ്ടല്ലോ ചടങ്ങുകൾ, അത് നടക്കാതിരിക്കാനുള്ള വഴി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം താലി കഴുത്തിൽ വീണില്ലേടി, അതിന് പെട്ടെന്നൊന്നും അഴിക്കാൻ പറ്റില്ല എന്നിങ്ങനെ കൂട്ടുകാരി പറയുമ്പോൾ താലി മഹാത്മ്യത്തെക്കുറിച്ചൊക്കെ ഞാനിപ്പോൾ ഒരുപാട് കേട്ടിരിക്കുകയാണ്, നിൻ്റെ കൂടി വകയൊന്നും വേണ്ട, നീ ആ ശാന്തി മുഹൂർത്തം നടക്കാതിരിക്കാനുള്ള എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ പറഞ്ഞതാന്ന് ചോദിക്കുകയാണ്. അത് നടന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ബന്ധത്തിൽ നിന്ന് എനിക്ക് ഒരിക്കലും തലയുരാനായിട്ട് പറ്റില്ല, പെട്ടെന്ന് എൻ്റെ തലയിൽ എന്തെങ്കിലും തോന്നുന്നെങ്കിൽ ഒരു ഐഡിയ പറഞ്ഞു താന്ന് സുസ്മിത പറയുകയാണ്. അന്നേരം എൻ്റെ തലയിൽ ഒന്നും തോന്നുന്നില്ല, ഞാനിപ്പോൾ വയറുവേദനയായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് എന്നാൽ കൂട്ടുകാരി പറയുന്നുണ്ട്. പെട്ടെന്ന് സുസ്മിതയ്ക്ക് ഒരു ഐഡിയ വരികയാണ്. അത് തന്നെ, ഈ ബുദ്ധി പറഞ്ഞു തന്നതിന് നന്ദി എന്ന് പറയുകയാണ്. അന്നേരം ഞാനെന്ത് പറഞ്ഞു തന്നു എന്ന് കൂട്ടുകാരി ചോദിക്കുകയാണ്. അന്നേരം അല്ല, വയറുവേദന എന്ന് പറഞ്ഞില്ലേ എന്ന് സുസ്മിത പറയുകയാണ്. അപ്പം കൂട്ടുകാരി പറയുന്നുണ്ട്, അത് എനിക്കല്ലേ, നിനക്കല്ലല്ലോ എന്ന്. അന്നേരം എനിക്കും ഇപ്പോൾ വയറുവേദന തന്നെയാണ്, അത് പുറമേ കാണാനൊന്നും പറ്റില്ലല്ലോ, നമ്മൾ പറഞ്ഞ വയറുവേദന അത്രയേ ഉള്ളൂ, ഇനിയിപ്പോൾ ശാന്തി മുഹൂർത്തവും നടക്കില്ല, ഒരു തേങ്ങാക്കൊലയും നടക്കില്ല എന്നും പറഞ്ഞ് സന്തോഷത്തോടു കൂടി സുസ്മിത അങ്ങ് ഫോൺ വയ്ക്കുകയാണ്. ഇതേസമയം പത്മാവതിയോടും രോഹിത്തിനോടും ഒക്കെ ഇരുന്ന് സംസാരിക്കുകയാണ് ഭാമ. എന്നിട്ട് പറയുന്നുണ്ട്, പെൺവീട്ടുകാർ ആദ്യമായിട്ട് വരുമ്പോൾ കാണത്തക്ക എന്തെങ്കിലും കൊണ്ടുവരണമെന്നാണ്, ഞാൻ വളരെ കുറച്ച് സാധനങ്ങളെ കൊണ്ടുവന്നുള്ളൂ, പിന്നെ ഈ വീടിൻ്റെ അവസ്ഥ വന്ന് കണ്ടപ്പോൾ പത്മാവതി ഒന്നും വിചാരിക്കല്, ഫ്രിഡ്ജും ടിവിയും AC-യും വാഷിംഗ് മെഷീനും അടക്കം എല്ലാ സാധനങ്ങളും നാളെ എത്തിക്കാമെന്ന് ഭാമ പറയുകയാണ്. അന്നേരം പത്മാവതിയമ്മ പറയുന്നുണ്ട്, ഈ വീട്ടിലെ ജോലി മുഴുവൻ ഞാനാണ് ചെയ്യുന്നത്, സുസ്മിതയെ ഒരു കാര്യത്തിനും ബുദ്ധിമുട്ടിപ്പിക്കില്ല എന്നൊക്കെ. തുടർന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട്, എങ്കിൽ പിന്നെ അമ്മ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ ഇവർക്ക് പിന്നെ ഞാൻ നേരത്തെ കാണിച്ച വീട്ടിൽ താമസിച്ചാൽ പോരായിരുന്നു, ഇവിടെ എന്തിനാ താമസിക്കുന്നതെന്ന്. അന്നേരം അതും ശരിയാണ് എന്നിങ്ങനെ സത്യഭാമ പറയുന്നുണ്ട്. എന്നിട്ട് എനിക്ക് അവളോട് കുറച്ച് വാത്സല്യം കൂടുതലാണ് എന്ന് ഭാമ പറയുമ്പോൾ രോഹിത് പറയുന്നുണ്ട്, സത്യമ്മ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇന്ന് തന്നെ ഞാൻ വേണമെങ്കിൽ ഈ വീട്ടിലേക്ക് എത്തിക്കാമെന്ന്. അന്നേരം അതിനു മാത്രമുള്ള പണമൊക്കെ രോഹിത്തിൻ്റെ കയ്യിലുണ്ടോ എന്ന് ഭാമ ചോദിക്കുകയാണ്. അന്നേരം ഒരു നിമിഷം ഉത്തരമില്ലാതെ രോഹിത് ഇരിക്കുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, ഉണ്ടമ്മ, രോഹിത്തിന് കുറേ ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നല്ലോ, പിന്നെ സുസ്മിതയെ കണ്ടു തുടങ്ങിയപ്പോൾ കുറച്ച് പണം മിച്ചം വെച്ച് തുടങ്ങി, അങ്ങനെയാണ് ആ നേരത്തെ കാണിച്ച വീടൊക്കെ വാങ്ങിച്ചത് എന്നിങ്ങനെ വിഷ്ണു അങ്ങ് പറഞ്ഞ് ഫലിപ്പിക്കുകയാണ്. അന്നേരം ഭാമ പറയുന്നുണ്ട്, ഒന്നും വേണ്ട, അവൾ ഇവിടെ നിന്ന് തന്നെ ജീവിതം തുടങ്ങട്ടെ, ഇലക്ട്രിക് സാധനങ്ങളിലൊന്നും അല്ലല്ലോ ജീവിതം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ശാലിനിയും വരുന്നുണ്ട്, പുറകെ സുസ്മിതയും അവിടേക്ക് വരുന്നുണ്ട്. തുടർന്ന് ശാലിനിയും പറയുകയാണ്, സത്യാമ്മ ഇനി സാധനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞാലും സുസ്മിത എന്തായാലും അതിനൊന്നും സമ്മതിക്കില്ല, ഇവിടെ നിന്നൊരു കല്ല് പോലും ഇളക്കി മാറ്റാനായിട്ട് സുസ്മിത സമ്മതിക്കില്ല, ഇവിടെ സ്വർഗമാണെന്നല്ലേ പറഞ്ഞത്, ഭർത്താവ് എവിടെയാണോ അവിടെയാണ് അവളും എന്നല്ലേ പറഞ്ഞത് എന്നും പറഞ്ഞങ്ങ് ശാലിനി അങ്ങ് ചിരിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ രോഹിത്തിനും വിഷ്ണുവിനും ചിരിക്കണോ, എന്തെങ്കിലും കൈയടിച്ച് ചിരിക്കാനുള്ള ഒരു ഉത്സാഹം വരെ വിഷ്ണുവിന് വരുന്നുണ്ട്. പക്ഷേ പുറത്ത് കാണിക്കാതിരിക്കാനായിട്ട് വിഷ്ണു ഒരുപാട് പാടുപെടുകയാണ്. തുടർന്ന് സുസ്മിത മനസ്സിൽ കരുതുകയാണ്, ഞാൻ ആ പറഞ്ഞത് നീ ഒരു ആയുധമായിട്ട് എടുക്കുകയാണ് അല്ലേടി എന്ന്, എന്നെ ഇവിടെ ഇട്ട് പണി എടുപ്പിക്കാനാണ് നിന്റെ ഉദ്ദേശമല്ലേ എന്നൊക്കെ സുസ്മിത മനസ്സിൽ കരുതുമ്പോൾ അതേപോലെ ശാലിനിയും കരുതുകയാണ്, അതേടി, നീയും ഞങ്ങളെ കുറേ കാലമിട്ട് കറക്കിയതല്ലേ, ഇത് നിനക്കുള്ള കത്രിക പൂട്ട് തന്നെയാണ്, ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നിനക്ക് ഒരിക്കലും സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലേ സുസ്മിത, ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്നും പറഞ്ഞ് സുസ്മിത ഇങ്ങനെ തോള് കൊണ്ട് ശാലിനി തട്ടുകയാണ്. അന്നേരം അതെ എന്ന് സുസ്മിതയും അങ്ങ് സമ്മതിക്കുകയാണ്. തുടർന്ന് അതുപോലെ തന്നെ ആകട്ടെ കാര്യങ്ങളെന്ന് ഭാമയും പത്മാവതിയോട് പറയുന്നുണ്ട്. തുടർന്ന് ശാന്തി മുഹൂർത്തത്തിൻ്റെ സമയം നോക്കിയിരുന്നോ പത്മാവതി എന്ന് ഭാമ ചോദിക്കുമ്പോൾ ഇന്ന് രാത്രി തന്നെ ഒരു ശുഭമുഹൂർത്തമുണ്ട് എന്നാണ് ജ്യോത്സ്യം പറഞ്ഞത് എന്ന് പത്മാവതി പറയുന്നുണ്ട്. അന്നേരം എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ, അതും കാര്യങ്ങളെന്ന് ഭാമ പറയുമ്പോൾ എന്താ സന്തോഷമായില്ലേ സുസ്മിതയ്ക്കെന്ന് ചോദിക്കുകയാണ്. അന്നേരം സുസ്മിത മനസ്സിൽ കരുതുകയാണ്, ഇപ്പോഴേ വിയോജിപ്പ് പറഞ്ഞാൽ എനിക്കിഷ്ടമില്ല എന്ന് വിചാരിക്കും, സമയമാകട്ടെ പറയാമെന്നും പറഞ്ഞ് സുസ്മിത ആലോചിച്ചിരിക്കുകയാണ്. അന്നേരം ഒന്നും മിണ്ടാ സുസ്മിത നിൽക്കുമ്പോൾ മോളെ സുസ്മിത മോളെ എന്ന് ഭാമ വിളിക്കുകയാണ്. അന്നേരം അത് നാണം കൊണ്ടാണ്
തന്നെയാണ് സത്യാമ്മയെന്നും പറഞ്ഞ് സുസ്മിത ഇങ്ങനെ തോളിലൊക്കെ പിടിക്കുകയാണ് ശാലിനി. ഇത് കണ്ടിട്ട് വായും പൊളിച്ചൊക്കെ നിൽക്കുകയാണ് വിഷ്ണുവും രോഹിത്തും ഒക്കെ. ഇന്ന് തന്നെ ശാന്തി മുഹൂർത്തം ഉണ്ടെങ്കിൽ സുസ്മിത തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും പായസം വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കുറേ മുമ്പ് ഈ കാര്യം സംസാരിച്ചതേ ഉള്ളൂ എന്നൊക്കെ ശാലിനി ഇങ്ങനെ സുസ്മിത ചേർത്ത് പിടിച്ച് പറയുകയാണ്. അന്നേരം ഞാൻ എപ്പോൾ പറഞ്ഞു, നീ ഇപ്പോഴും എന്നെ കൊണ്ട് ആയുധമാക്കുകയാണല്ലേ, ഇനിയിപ്പോൾ ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് വിയോജിപ്പാണെന്ന് കരുതില്ലേ എന്ന് പറഞ്ഞ് സുസ്മിത ഇങ്ങനെ നിൽക്കുകയാണ്. അന്നേരം വാ സുസ്മിതയെ നമുക്ക് പായസം ഉണ്ടാക്കാമെന്നും പറഞ്ഞ് ശാലിനി സുസ്മിതയും കൂട്ടി അടുക്കളയിലേക്ക് പോവുകയാണ്. അന്നേരം ഇതൊക്കെ കണ്ട് സുസ്മിതയ്ക്ക് സന്തോഷമാണ് എന്ന് കരുതി ഭാമ സന്തോഷിച്ചിരിക്കുകയാണ്. രോഹിതും വിഷ്ണുവും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ചിരിക്കുകയാണ്. തുടർന്ന് അടുക്കളയിലേക്ക് ശാലിനി എത്തുമ്പോൾ സുസ്മിത പുറകെ മടിച്ചു നിൽക്കുകയാണ്. തുടർന്ന് നീ എന്താ സിനിമ കാണാനായിട്ട് വന്ന് നിൽക്കുകയാണ് ഓടിയെന്ന് ശാലിനി ചോദിക്കുമ്പോൾ വെറുതെ എന്നെ പ്രകോപിപ്പിക്കാനായിട്ട് നിൽക്കരുത് എന്നും പറഞ്ഞ് സുസ്മിത ദേഷ്യപ്പെടുകയാണ്. അന്നേരം ഞാൻ എന്നെ പ്രകോപിപ്പിക്കാനൊന്നും നിൽക്കണില്ല, ഇന്നത്തേതിന് ശേഷം നാളെ മുതൽ നീ ഒറ്റയ്ക്ക് തന്നെയാണ് ഇവിടെ പെരുമാറേണ്ടത്. ഇന്ന് നിനക്ക് ഞാനൊരു കമ്പനി തരുന്നതേ ഉള്ളൂ, വേണമെങ്കിൽ കണ്ടും കേട്ടുമൊക്കെ കാര്യങ്ങൾ പഠിച്ചോ എന്ന് ശാലിനി പറയുന്നുണ്ട്. അന്നേരം ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് സുസ്മിത ചോദിക്കുന്നുണ്ട്. അന്നേരം മടിച്ചു നിൽക്കുന്ന എന്തിനാ, പായസം ഉണ്ടാക്കണം എന്ന് ശാലിനി പറയുകയാണ്. അതിനെന്താ ചെയ്യേണ്ടത് എന്നിങ്ങനെ പല്ല് കടിച്ചു പിടിച്ച് സുസ്മിത ചോദിക്കുകയാണ്. ആദ്യം ഒരു പാത്രം എടുക്കണം എന്ന് പറയുന്നുണ്ട്. അന്നേരം പാത്രം എന്നിങ്ങനെ പറഞ്ഞ് സുസ്മിത നിൽക്കുമ്പോൾ തമ്പുരാട്ടി മാനത്ത് നിന്ന് പൊട്ടി വീണതൊന്നുമല്ലല്ലോ എന്നും പറഞ്ഞ് പാത്രം ചൂണ്ടിക്കാണിച്ചിട്ട് എടുക്കടി എന്ന് പറയുകയാണ്. തുടർന്നൊരു ഞണങ്ങിയ പാത്രം എടുക്കുകയാണ്. അത് കാണുമ്പോൾ തന്നെ സുസ്മിതയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് പാല് എന്ന് പറഞ്ഞിട്ട് ശാലിനി അവിടെ ഇരിക്കുന്ന ഒരു ചോറ്റുപാത്രത്തിൽ പാലെടുത്ത് സുസ്മിതയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് കളയാതെ ഈ പാല് മുഴുവൻ ആ പാത്രത്തിലേക്ക് ഒഴിക്ക് എന്ന് പറയുകയാണ്. അന്നേരം അതുപോലെ സുസ്മിത ദേഷ്യത്തോടെയാണ് ചെയ്യുന്നത്, ഇഷ്ടമില്ലാത്ത രീതിയിൽ. എന്നിട്ട് ഇനി ഗ്യാസ് കത്തിക്കുക എന്ന് പറയുകയാണ്. അന്നേരം ലൈറ്റർ എടുത്ത ശേഷം ഗ്യാസ് എന്നും പറഞ്ഞ് വീണ്ടും അഭിനയിച്ച് സുസ്മിത നിൽക്കുകയാണ്. അന്നേരം കൂടുതൽ നാട്യം എടുത്താലുണ്ടല്ലോ അങ്ങോട്ട് കത്തിക്കടി എന്ന് പറയുകയാണ്. തുടർന്ന് ഗ്യാസ് ഓണാക്കാതെ സുസ്മിത ലൈറ്റർ ഇട്ട് അടിക്കുകയാണ്. അന്നേരം ശാലിനിക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് സ്വയം നിയന്ത്രിച്ചിട്ട് ശാലിനി പറയുകയാണ്, എടി മരക്കഴുതേ അങ്ങോട്ട് ഗ്യാസ് ഓണാക്കിയിട്ട് കത്തിക്കടിയെന്ന്. തുടർന്ന് ഗ്യാസ് ഓണാക്കിയ ശേഷം സുസ്മിത ഗ്യാസ് കത്തിച്ച് പാത്രം അതിലേക്ക് വയ്ക്കുന്നുണ്ട്. അല്ല, ഗ്യാസ് കത്തിക്കുന്നതിന് മുമ്പേ സ്റ്റൗവിൻ്റെ ഇത് ഓണാക്കിയിട്ട് കത്തിക്കുമ്പോഴും ഗ്യാസ് സ്റ്റൗ ഓണാവുന്നില്ല. തുടർന്ന് വീണ്ടും ദേഷ്യത്തിൽ ശാലിനി പറയുന്നുണ്ട്, എടി ആദ്യം റെഗുലേറ്ററിലെ സ്വിച്ച് ഓണാക്കണമെന്ന് പറയുകയാണ്. റെഗുലേറ്ററിൽ ഇങ്ങനെ സുസ്മിതയായിട്ട് പിടിക്കുമ്പോൾ ശാലിനിക്ക് ഒരു ആശ്വാസം തോന്നുന്നുണ്ട്. ശാലിനി പറയുകയാണ്, യാതൊരു റെഗുലേഷനും ഇല്ലാത്ത നിനക്ക് റെഗുലേറ്റർ എന്താണെന്ന് അറിയാമല്ലോ, അത് തന്നെ ഭാഗ്യം എന്ന് പറയുകയാണ്. തുടർന്ന് റെഗുലേറ്റർ ഓണാക്കിയിട്ട് സുസ്മിത ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതേ ഗ്യാസ് ഓണായിട്ടുണ്ട്, മര്യാദയ്ക്ക് കത്തിക്ക്, ഇല്ലെങ്കിലും നീ നിന്ന് കത്തും എന്നിങ്ങനെ ശാലിനി പറഞ്ഞു ചിരിക്കുകയാണ്. തുടർന്ന് പാത്രം എടുത്ത് വെക്കാനായിട്ട് ശാലിനി പറയുന്നുണ്ട്. അന്നേരം സുസ്മിത ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതെടുത്ത് വെക്കാനായിട്ട് UK നിന്ന് രാജശേഖരൻ വരുമോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ആവശ്യമില്ലാതെ എൻ്റെ അച്ഛനെ പറയരുത് എന്നും പറഞ്ഞ് സുസ്മിത കൈ ചൂണ്ടുകയാണ്. അന്നേരം ഇതുപോലെ ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ഒക്കെ നീ എൻ്റെ അമ്മയെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ചായക്കടക്കാരിയുടെ മകളെന്ന്. ഒരു പക്ഷേ ചായക്കടക്കാരിയുടെ മകളായതുകൊണ്ട് വല്ലതും വെച്ചുണ്ടാക്കാൻ എനിക്കറിയാം, രാഷ്ട്രപതി പദം വരെ എത്തിയാലും സ്വന്തമായിട്ടൊരു ചായ ഇടാൻ അറിയില്ലെങ്കിൽ വെറും വട്ടപൂജ്യം തന്നെയാണ് എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. അന്നേരം ഡി എന്നും പറഞ്ഞിങ്ങനെ ഞാൻ ആരാണെന്ന് അറിയാമോ എന്ന് സുസ്മിത ചോദിക്കുകയാണ്. അന്നേരം ആരായാലും പാത്രം അങ്ങോട്ട് എടുത്ത് വെക്കടി എന്ന് പറഞ്ഞ് ശാലിനി ദേഷ്യപ്പെടുകയാണ്. അന്നേരം ആകെ കലിതുള്ളി സുസ്മിത നിൽക്കുകയാണ്. ഇത്രയും ആകുമ്പോഴേക്കും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ്. എന്തായാലും സുസ്മിതയുടെയും രോഹിത്തിൻ്റെയും ശാന്തി മുഹൂർത്തം നടക്കുമോ, അതിനെ സുസ്മിത മുടക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് വരും എപ്പിസോഡിൽ കാണാം. ഓക്കെ, താങ്ക്